നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ചെന്നൈ. നഗരത്തിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കുകളിലൊന്നിന് ഇപ്പോൾ ശാശ്വത പരിഹാരമായി മാറിയിരിക്കുകയാണ്. തെക്കുകിഴക്കൻ ചെന്നൈയെ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ മേൽപ്പാത നിർമ്മാണം യാഥാർത്ഥ്യമാവുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ തിരുവാൻമിയൂർ മുതൽ ഉത്തണ്ടി വരെ നീളുന്ന 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ മേൽപ്പാതയിൽ ഗതാഗതത്തിനായി ഒരുങ്ങുന്നത്. 2100 കോടി രൂപ മുതൽ മുടക്കിൽ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന ഈ ബൃഹത്തായ ഗതാഗത പദ്ധതി പൂർത്തിയാകുന്നതോടെ IT ഇടനാഴിയായ രാജീവ് ഗാന്ധി ശാലയിൽ ഉൾപ്പെടെയുള്ള ഗതാഗത കുരുക്കിന് വലിയ തോതിൽ ശമനം ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പുതിയൊരു നാഴികക്കല്ലായാണ് ഈ പദ്ധതിയെ സർക്കാർ ഇപ്പോൾ കാണുന്നതും. നിലവിൽ തിരുവാൻമിയൂരിൽ നിന്നും ഉത്തണ്ടിയിലേക്കുള്ള യാത്രാദൂരം പിന്നിടാൻ തിരക്കേറിയ സമയങ്ങളിൽ മണിക്കൂറുകൾ വേണ്ടിവരുന്ന സ്ഥാനത്ത് പുതിയ മേൽപ്പാലം തുറക്കുന്നതോടെ കേവലം 20 മിനിറ്റ് കൊണ്ട് ഈ ദൂരം അനായാസം മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യും. കൊട്ടിവാക്കം, പാലവക്കം, നീലാങ്കര, ഇഞ്ചമ്പാക്കം തുടങ്ങിയ തിരക്കേറിയ ജനവാസ കേന്ദ്രങ്ങളിലൂടെയും വാണിജ്യ മേഖലകളിലൂടെയും കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് സിഗ്നലുകൾ ഇല്ലാതെ സുഗമമായി യാത്ര ചെയ്യാൻ ഈ ഫ്ലൈ ഓവർ വഴിയൊരുക്കുകയും ചെയ്യും. ദിവസേന ആയിരക്കണക്കിന് IT ജീവനക്കാരും സാധാരണക്കാരും ആശ്രയിക്കുന്ന ഈ പാതയിലെ ഗതാഗത കുരുക്ക് അഴിയുന്നത് IT മേഖലയ്ക്കും നഗരവാസികൾക്കും ഒരുപോലെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകുന്നത്. വർദ്ധിച്ചു വരുന്ന വാഹനത്തിരക്കും വീതി കുറഞ്ഞ റോഡുകളുമാണ് ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ സ്ഥിരം ഗതാഗത കുരുക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ മേൽപ്പാത നിർമ്മിക്കുന്നതോടെ പ്രാദേശിക യാത്രക്കാർക്ക് താഴെയുള്ള നിലവിലെ റോഡും മഹാബലിപുരം, പുതുച്ചേരി തുടങ്ങിയ ദീർഘദൂരങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് പുതിയ മേൽപ്പാതയും ഉപയോഗിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇതോടെ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും വാഹന അപകടങ്ങളുടെ നിരക്ക് ഗണ്യമായി കുറയ്ക്കുവാനും കഴിയുമെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുമുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ നിർമ്മാണം പുരോഗമിക്കുന്നതും. പദ്ധതിയുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകൾ നവീകരിക്കുവാനും മികച്ച രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ തന്നെ രാത്രികാല ഗതാഗതം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി മേൽപ്പാതയിൽ ഉടനീളം ആധുനിക LED ലൈറ്റുകളും സുരക്ഷാ ക്യാമറകളും സ്ഥാപിക്കുകയും ചെയ്യും. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രാഥമിക കടമ്പകൾ അതിവേഗം പൂർത്തിയാക്കി ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഹൈവേ വകുപ്പിന്റെ തീരുമാനവും. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ചെന്നൈയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള പ്രത്യേക പദ്ധതികളുടെ ഭാഗമായാണ് ഈ ഈസ്റ്റ് കോസ്റ്റ് റോഡ് മേൽപ്പാലവും പണിതുയർത്തുന്നത്. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മേൽപ്പാത ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാണ് അധികൃതരുടെ നീക്കവും. ചെന്നൈ നഗരത്തിൻ്റെ തന്നെ ഗതാഗത മുഖച്ഛായ മാറ്റുന്ന ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തമിഴ്നാടിൻ്റെ ടൂറിസം മേഖലയിലടക്കം വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും ഒപ്പം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഇത് പുതിയ ഉണർവ് നൽകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്.